നമസ്കാരം. കേരള നിയമസഭയിൽ പതിവായി നടന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. വേണ്ടാത്തതിനും വേണ്ടുന്നതിനും ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രധാനമന്ത്രി മോദിയെയും ബി.ജെ.പിയെയും വിമർശിക്കും. ആര് മോദിയെ വിമർശിച്ചാലും ആര് ബി.ജെ.പിയെ വിമർശിച്ചാലും സഭയിൽ എതിർ ശബ്ദം മുഴങ്ങാറില്ല. ഇക്കുറിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയത് ഇതേ രീതിയിലുള്ള വിമർശനം തന്നെയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്നു. അമേരിക്കയ്ക്കും ട്രംപിനും ഇത് ഇഷ്ടമല്ല. അതിനാൽ അത് നിർത്തിവെച്ചു. റഷ്യയിലെ എണ്ണയ്ക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. US താൽപര്യത്തിന് വേണ്ടി ട്രംപ് കൽപ്പിച്ചപ്പോൾ NDA സർക്കാർ കീഴടങ്ങിയെന്നാണ് പിണറായി പറഞ്ഞത്. അടിയന്തര പ്രമേയത്തിനിടയിലായിരുന്നു പിണറായിയുടെ ഈ വിമർശനം. ഇപ്പോൾ സഭയിൽ പക്ഷേ 3 BJP അംഗങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഗോപകുമാറും. ഇടതുപക്ഷം വോക്കൌട്ട് നടത്തുന്നതിനിടെ BJP കക്ഷി നേതാവായ ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ലാത്തതിനാൽ BJPക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു പിണറായിയുടെ നീക്കം. എന്നാൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ നീക്കം വെട്ടി ഗോപകുമാറിനെ സംസാരിക്കാൻ അനുവദിച്ചു. ഇതോടെ കീഴ്വഴക്കം തെറ്റിച്ചു എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അടക്കമുള്ളവർ രംഗത്ത് വന്നു. എന്നാൽ പുതിയ അംഗമല്ലേ, ഉദാര മനോഭാവം വേണമെന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ അനുമതി നൽകി. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ല. പിണറായി വിജയന് ഇഡിയെ പേടിയാണ്. ഇഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല, ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദി. ഇതോടെ പ്രതിപക്ഷം വീണ്ടും ബഹളം വെച്ചു. സ്പീക്കറുടെ ഉദാര മനസ്കതയാണ് ഇവിടെ പ്രകടമായത്. എന്നാൽ സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിത്. പിണറായി പറഞ്ഞു. BJP MLA ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവെപ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നാണ് സ്പീക്കർ വിശദീകരിച്ചത്. ഇതോടെ പക്ഷെ പ്രശ്നം താൽക്കാലികമായി കെട്ടടങ്ങി. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഗോപകുമാറിന്റെ ഇടപെടലും വാക്കുകളും. BJP വിമർശനം ഇനി സഭയിൽ വന്നാൽ, മോദി വിമർശനം വന്നാൽ സഭയിൽ പറയാൻ ആളുണ്ട്. സഭയിലെ BJP സമീപനം വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ഗോപകുമാറിന്റെ സമീപനം.